നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മതി, വെളുപ്പാൻ കാലത്ത് 3 മണിക്ക് തുടങ്ങിയ കഷ്ടപ്പാടല്ലേ. ഇനി എന്തെങ്കിലും കുറ്റം കുറവ് വന്നാലും സാരമില്ല, എല്ലാം കഴിഞ്ഞു. കൊള്ളാലേടാ, അടിപൊളി. അപ്പഴും സദ്യ അസലായിട്ടുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണോ? ആണെങ്കിൽ ആ കാറ്ററിംഗുകാരെ തന്നെ കല്യാണ സദ്യ ഏൽപ്പിക്കാം. ഇത്രയും നല്ലൊരു വെജിറ്റേറിയൻ സദ്യ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഇതൊന്നും പുറത്തുനിന്ന് വരുത്തിയതല്ല, ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ആണോ? ആരിതൊക്കെ വെച്ചേ? ശിവാനിയാ. നിങ്ങളെല്ലാം വരുന്ന സന്തോഷത്തില് അതിരാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പാചകം തുടങ്ങിയതാ. ഇന്ന് എൻഗേജ്മെന്റ് അല്ലേ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞത് എന്താന്നറിയോ? വരുന്നവരൊക്കെ നമ്മുടെ സ്വന്തക്കാരല്ലേന്ന്. ആ വിചാരം കൊണ്ടാ ശിവാനി എല്ലാം സ്വന്തം കൈകൊണ്ട് തന്നെ വെച്ച് വിളമ്പിയത്. ആണോ മോളെ? അതെ ആന്റി. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. മോള് വലതുകാലം വെച്ച് കേറിയാലുടൻ അടുക്കളയുടെ ചുമതല പൂർണ്ണായിട്ട് നിന്നെ ഏൽപ്പിക്കും. പറയണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഏട്ടത്തി അങ്ങ് കൊണ്ടുപോയാലോ? നമ്മുടെ വീട്ടിലെ ജോലിക്കാരി വെക്കുന്നതേ വായിലോട്ട് വയ്ക്കാൻ കൊള്ളില്ല. സത്യം, ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ഫുഡിന്റെ കാര്യത്തില് ഞങ്ങള് രക്ഷപ്പെടും. നിനക്കൊക്കെ എന്റെ പട്ടി വെച്ച് വിളമ്പി തരും. ഇത്രയും നല്ല മരുമോളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യ അല്ലെ ഗോപിയേട്ട? അതെ അതെ, ജ്യോത്സ്യം പറഞ്ഞനുസരിച്ച് ദീർഘസുമുഖല യോഗമുള്ള ഒരു പെൺകുട്ടിയെ തെരഞ്ഞു തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒടുവിൽ ഒത്തുചേർന്ന ജാതകം വന്നു. അപ്പോഴേ അദ്ദേഹം പറഞ്ഞിരുന്നു, പെൺകുട്ടി തൊടുന്നതെല്ലാം പൊന്നാക്കുന്നവളാണെന്ന്. ഈ ഭാഗ്യജാതകക്കാരുടെ കഴിവുകൾ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ പാറു. അല്ല, സദ്യക്ക് വേണ്ടി ഇത്രയും രുചിയുള്ള ആഹാരം വെച്ച് തന്ന ഏട്ടത്തി തനിയെ കഴിക്കുന്നത് ശരിയാണോ? ഏട്ടത്തിക്ക് ഏട്ടൻ തന്നെ ഇനി വാരി കൊടുക്കണം. വെറുതെ ഇരിക്കടാ. ഏട്ടനെതിരൊന്നും പറയണ്ട. ഏട്ടത്തിക്ക് ഏട്ടനും ഏട്ടന് ഏട്ടത്തി വാരി കൊടുക്കണം. ഏട്ടത്തി എന്ത് പറയുന്നു? ഞാനെപ്പോഴാ റെഡി. അത് വേണ്ട. വേണം, കഴിക്കേട്ടാ. എന്ത് തുടങ്ങുന്നതും മധുരത്തിലാവുന്നതാണ് നല്ലത്. അങ്കിളെ, സ്വീറ്റ്സ് ഇല്ലേ? ഉണ്ട്, ഊണ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് കരുതി. എങ്കിലിനി താമസിപ്പിക്കേണ്ട അശോക, കുട്ടികളുടെ ആഗ്രഹമല്ലേ, അത് വിളമ്പിക്കോളൂ. നിധി എടുത്തു കൊടുക്ക് വേഗം. ഗൗതം, സ്വീറ്റ്സ്. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ, ഇനി തുടങ്ങാം.
അതൊന്നും വേണ്ട. ആ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. അല്ല ഏട്ടത്തേക്കാൾ നാണമാണോ ഏട്ടന്? ഡാ, മോൾക്ക് മധുരം കൊടുക്ക്. ശരി. ശ്ശോ, ശ്രീരാമനെയും സീതാദേവിയും പോലെയുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? വയ്യാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഓടി നടക്കണ്ടായിരുന്നു രേണുക്കെ. ഇനിയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്ക്. മോക്കൊരു നല്ലത് വരുന്നത് കാണുമ്പോ തന്നെ ഞാൻ എന്റെ അസുഖത്തെക്കുറിച്ച് മറക്കും. എനിക്ക് അവളെ ഇല്ല. ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട. വിവാഹം കഴിഞ്ഞാൽ രേണുകയ്ക്ക് നല്ല ചികിത്സ കിട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നല്ല മനസ്സിന് മുന്നില് ഞാനൊന്ന് തൊഴുതോട്ടെ. അയ്യോ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങള് വെറും മനുഷ്യരല്ലേ. കൈ കൂപ്പേണ്ടത് ദൈവത്തിന്റെ മുന്നിൽ മാത്രം. എന്താ ഒരു ചർച്ച? ഒന്നുമില്ല അശോക, ഈ അവസ്ഥയൊക്കെ മാറുമെന്ന് ഞാൻ രേണുകയോട് പറയുകയായിരുന്നു. എന്തവസ്ഥ? അത് പിന്നെ അശോകേട്ടാ, നമ്മുടെ മോക്ക് ഒരു നല്ല ജീവിതം കൊടുക്കുന്ന ഇവരോട് ഞാൻ നന്ദി പറയായിരുന്നു. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയുണ്ടാവും. എന്റെ പരിചയത്തിൽ തന്നെ നല്ല ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. ആ അതെ, ഡോക്ടർ ആവണമെന്നായിരുന്നു ശിവാനിയുടെ ആഗ്രഹം. ഇനിയിപ്പോ നമ്മുടെ ആദ്യത്തെ പേരക്കുട്ടിയെ ഡോക്ടറാക്കാം അല്ലേ? ആ എന്നാ പിന്നെ നമുക്കിറങ്ങാം. ആ ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഏട്ടൻ വേണമെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതി. ഏയ്, എനിക്ക് ചെന്നിട്ട് ചില തിരക്കുകളുണ്ട്. ആ എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ശരിയെന്ന്. തിരക്കിനിടയില് നിങ്ങളോട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. നിധി അമ്മയും കൂട്ടി വീട്ടിലേക്ക് വരൂ. എനിക്ക് നിധി ശിവാനിയും ഒരുപോലെയാ. സത്യം പറയാലോ, നിധിയെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇവളെ പോലെ ഒരു കുട്ടിയെ എനിക്ക് മരുമകളായിട്ട് തരണമെന്നാ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇവളുടെ അനിയത്തിയെ തന്നെ എനിക്ക് തന്നല്ലോ. ഗൗതമിനും ശിവാനിക്കും വേണ്ടി നീയും പ്രാർത്ഥിക്കില്ലേ മോളെ? പ്രാർത്ഥിക്കാം. വരട്ടെ, പോയിട്ട് വരട്ടെ. ശരി, പോയി വരാം മോളെ. ആ ശരി. ആയിക്കോട്ടെ. എന്നാ ശരി.